ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശ്രീ രാജു പി നായർ, ഇന്നിപ്പോ നിങ്ങൾ ബത്തേരിയിൽ നിങ്ങളുടെ നേതൃയോഗം നടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയത്തിന്റെ വലിയ ആത്മവിശ്വാസത്തിൽ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പക്ഷെ അത്ര ആത്മവിശ്വാസമൊന്നും വേണ്ട, ഞങ്ങളുടെ കയ്യിൽ ചിലതുണ്ട് നിങ്ങളുടെ നേതാക്കൾക്കെതിരെ എന്നുകൂടിയുള്ള ഒരു സന്ദേശമാണല്ലോ ഇന്നിപ്പോ ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് സർക്കാർ നൽകാൻ ശ്രമിച്ചത്. വിറച്ചോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ചെറിയ ആശങ്കയോ മറ്റോ ഉണ്ടായോ? അനു, നമ്മുടെയൊക്കെ നാട്ടിലെ ഈ ചെമ്പ് തെളിയുക എന്നൊരു പ്രയോഗമുണ്ട്. ആ ചെമ്പ് തെളിയുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ കാപട്യം പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളെയാണല്ലോ മച്ചമ്പി ഇരട്ടച്ചങ്കനാണെന്നൊക്കെ പറഞ്ഞു വലിയ അരിദൈവം എന്നൊക്കെ വിളിച്ചിട്ട് പോട്ടെ, ഇരട്ടച്ചങ്കനാണെന്നൊക്കെ പറഞ്ഞു നിർത്തേണ്ട ചെമ്പ് തെളിയുന്നതാണ് കാണുന്നത്. ഒരു പക്ഷേ ഈ നമ്മൾ കുറെ നാൾ ഒരാളുടെ ഒപ്പം സഹവാസം ഉണ്ടെങ്കിൽ അവരുടെ സ്വഭാവം നമുക്കൂടി വരും. കഴിഞ്ഞ 10 വർഷമായിട്ട് BJP-യോടുള്ള സഹവാസത്തിന്റെ കാരണം കൊണ്ടായിരിക്കും BJP-യുടെ സ്വഭാവം കൃത്യമായിട്ട് പിണറായി വിജയൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അത്യാവശ്യ ഘട്ടങ്ങളിൽ ED-യൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒന്ന് ഇവിടെ ഒന്ന് ഉപയോഗിച്ച് നോക്കണം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സജീഷ് പറഞ്ഞ കാപട്യം ഇതിന്റെ കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ആയത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വ്യക്തതാ റിപ്പോർട്ട് അനന്തര നടപടികൾക്കായി ഇതോടൊപ്പം അയക്കുന്നു. എവിടെ പോണു? വെള്ളം കുടിക്കണം. കൈപ്പറ്റിയ വിവരം അറിയിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കാർത്തിക് കെ IPS പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ഡയറക്ടർക്ക് വേണ്ടി. മനസ്സിലായില്ലേ? സജീഷ് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. FCRA വയലേഷൻസ് നടന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്നാണ്. അല്ല, വിജിലൻസ് പറഞ്ഞത് ഇത് അന്വേഷിക്കാൻ ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ കേരളത്തിലെ ഓട്ടച്ചങ്കനാണല്ലോ ഇപ്പോ, ആ ഓട്ടച്ചങ്കന്റെ പോലീസും വിജിലൻസും അന്വേഷിച്ചിട്ട് മാസങ്ങളെടുത്ത് അന്വേഷിച്ചതിന് ശേഷം ഇതൊരു നടക്ക് പോണ മാതിരില്ല, ഒന്നുമില്ല, അന്വേഷിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് 3 മാസം മുമ്പുള്ളതാണ്. എന്നിട്ടാണ് 11 മാസം മുമ്പത്തെ ഏതോ ഒരു രേഖ പുറത്തു വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ശബരിമല വിഷയത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായപ്പോ ഈ കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഇത്തരത്തിൽ നീതിന്യായ വ്യവസ്ഥയെ പോലും അട്ടിമറിക്കുന്ന വഞ്ചന കാണിച്ച ഒരാൾ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം തുടങ്ങിയിട്ട് അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റോ പോലും ചെയ്യാതെ സംരക്ഷിച്ച പിണറായി വിജയന് കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു ഇന്നലത്തെ തിരുവനന്തപുരത്ത് നടന്ന ആന്റണി രാജുവിന്റെ വിധിയിൽ ഉണ്ടായത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അപ്പോൾ ഇതെല്ലാം സർക്കാരിന്റെ പ്രതിരോധത്തിലേക്ക് വരുമ്പോ VD സതീശനെ ഒന്ന് എറിഞ്ഞു കളയാമോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, പേടിച്ചു പോയി സതീഷ്. ഞങ്ങളങ്ങ് പേടിച്ചു വിറച്ചുപോയി. വേറെ വല്ല പണിയുണ്ടാന്ന് നോക്ക്. CBI അല്ല, നിങ്ങൾ ഇന്റർപോളോ പറഞ്ഞില്ലേ രമേശ് ചെന്നിത്തല, നിങ്ങൾക്ക് കിട്ടാവുന്ന മുഴുവൻ കൊണ്ടുപോവാ. നിർത്തി അവമാനിക്കുവാണെന്ന് മുഖ്യമന്ത്രി കത്തെഴുതിയാൽ അപ്പൊ തന്നെ വരുമല്ലോ. ഒന്ന് CBI വിളിച്ചോണ്ട് പോവാ അന്വേഷിക്കാൻ. FCRA ഇതല്ലേ, ഒന്ന് അന്വേഷിക്കാൻ പറ. നാണോ മാനോ ഉണ്ടോ സജീഷെ? ഇങ്ങനെ വന്നിരുന്ന് പറയാൻ സ്വന്തം വകുപ്പിന്റെ റിപ്പോർട്ട് പോലും ഒന്നുമില്ല എന്ന് പറയുമ്പോ ഇനി എന്തായിരുന്നു പുനർജനി? ഞാൻ ആ സമയത്ത് ആ പുനർജനിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ്. പറവൂരാണ് ഏറ്റവും അധികം നാശനഷ്ടം 2018 പ്രളയത്തിലുണ്ടായത്. 2018 പ്രളയത്തിൽ ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായപ്പോ ഒരു സർക്കാർ സംവിധാനവും ചലിക്കാതിരിക്കുന്ന സമയത്ത് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ശ്രീ VD സതീശൻ വ്യക്തിപരമായ താല്പര്യം എടുത്തുകൊണ്ട് അവിടെ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് പുനർജനി. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എത്ര പണം വന്നു, ഏത് തരത്തിൽ ഉപയോഗിച്ചു, എത്ര വീടുകൾ നിർമ്മിച്ചു, ആ വീടുകളുടെ നിർമ്മാണം തന്നെ പൂർത്തിയായിട്ടില്ല എന്ന ആരോപണങ്ങളുണ്ട്. അങ്ങനെ ഇക്കാര്യത്തിലൊരു വ്യക്തത ഇല്ല എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ സജീഷ് അതിന്റെ ചേർത്ത് മുന്നോട്ട് വെച്ചത്. അനൂപ് പണം കൈകാര്യം ചെയ്തിട്ടില്ല, പിന്നെ എത്ര പണം വന്നത് ഞങ്ങൾ എങ്ങനെ അറിയുന്നത്? VD സതീശൻ എങ്ങനെ അറിയുന്നത്? അനൂപിന്റെ വീട് തകർന്നു പോയി പ്രളയത്തില്. സജീഷ് വന്നിട്ട് അനൂപിനെ സഹായിക്കാൻ വേണ്ടി വരുന്നു. അനൂപിനെയും സജീഷിനെ കൂടി ഞാൻ ബന്ധപ്പെടുത്തി കൊടുക്കുന്നു. സജീഷ് അനൂപുമായിട്ട് ബന്ധപ്പെട്ട് ആ വീടിന് ആവശ്യമായിട്ടുള്ള പണം എത്രയും ചെലവാക്കുന്നു. ഞങ്ങൾ എന്തിനാ ആ പണത്തിനെ കുറിച്ച് അറിയുന്നത്? ഞങ്ങളുടെ ഒരു അക്കൗണ്ടിൽ, പുനർജനിയുടെ ഒരു അക്കൗണ്ടിൽ പണം വന്നതിന് ശേഷം ആ അക്കൗണ്ടിൽ നിന്നാണ് പണം കൈകാര്യം ചെയ്തെങ്കിൽ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. അപ്പോഴല്ലേ അതിന്റെ കണക്ക് അറിയേണ്ട കാര്യമുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ പണി
പൂർത്തിയാവുന്നുണ്ടോ എന്നുള്ളത് വി.ഡി. സതീശൻ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. നിങ്ങൾക്കറിയോ ഈ ഗവൺമെന്റ് 2008 പ്രളയത്തിൽ എന്താ ചെയ്തത്? വീട് നഷ്ടപ്പെട്ടവർക്ക് മുഴുവനായിട്ട് വീട് നഷ്ടപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ കൊടുത്തത്. അതുപോലെ തന്നെ ഭാഗ്യമായി നഷ്ടപ്പെട്ടവർക്ക് 1.5 ലക്ഷവും 2 ലക്ഷവും 50,000 വരെ കൊടുത്തിട്ടുള്ളത്. 50,000 കൊണ്ടൊരു വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ കഴിയില്ല എന്നറിയാം. ഈ സഹായിക്കാൻ വന്നവരെ ഗവൺമെന്റ് പണം കൊടുത്തത് അവരുടെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ബാക്കി പണവും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് വരെ അവരെ സഹായിച്ചിട്ടുണ്ട്. ആ പുനർജനി പദ്ധതി അവിടെ നിന്നില്ല, വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വീട് പണി തീർത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ അത്രമാത്രം അതാണ് ശ്രീ വി.ഡി. സതീശൻ ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞത്. നിങ്ങളിത് അന്വേഷിക്ക്, നിങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്ക്. ഒരു സംസ്ഥാനം, ഒരു ഭരണകൂടം, ഒരു ദുരിതാശ്വാസ പ്രവർത്തനം എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു റിപ്പോർട്ട് കിട്ടും എന്നല്ലേ വി.ഡി. സതീശൻ പറഞ്ഞത്? ആ വി.ഡി. സതീശൻ പറഞ്ഞതിനെ സംബന്ധിച്ച് നിയമസഭയിൽ നിന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എന്തുവരെ അന്വേഷിക്ക്. പാസ്പോർട്ടിൽ 81 ട്രിപ്പ് കണ്ടു നടത്തിയതാ പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ. അദ്ദേഹം പറഞ്ഞു എന്റെ ജീവിതകാലത്ത് ഞാൻ അത്രയും നടത്തിയിട്ടില്ല, നിങ്ങൾ പാസ്പോർട്ട് അന്വേഷിച്ചോ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇല്ലേ? വിജിലൻസിന് FCRA വയലേഷൻ അല്ലെങ്കിൽ മറ്റു സമ്മതിക്കില്ലായിരിക്കും. പക്ഷേ ഇവിടെ വന്ന കണക്ക് ഇപ്പൊ ഈ പറയുന്ന ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാൻ അധികാരമുണ്ടല്ലോ, വി.ഡി. സതീശന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാൻ അധികാരമുണ്ടല്ലോ, പരിശോധിച്ചല്ലോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ പണം വന്നത് എങ്ങോട്ട് പോയത് വിജിലൻസ് അന്വേഷിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു തെളിവ് പോലും ഇല്ല. പിന്നെ ചൂടാണ്ട് AC ഇല്ല. പറവൂരില് ഈ ദുരന്തം അനുഭവിച്ച ജനങ്ങൾ, അവിടെ ഒരു ജനപ്രതിനിധി സാമീപ്യം അവർക്ക് അത്രമാത്രം കിട്ടിയതിന്റെ പേരിലാണ് വി.ഡി. സതീശൻ വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. 2019 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഹൈബിയുടെ എറണാകുളത്ത് നിന്ന് ജയിച്ചത്. പക്ഷെ അപ്പോഴും പറവൂർ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശനോട് മത്സരിക്കുമ്പോൾ 21,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. മനസ്സിലായി? എന്ന് വെച്ചാൽ ഏറ്റവും വലിയ കോൺഗ്രസ് അനുകൂല തരംഗമുള്ള സമയത്ത് പറവൂരിൽ ലഭിക്കാത്ത ഭൂരിപക്ഷം വി.ഡി. സതീശന് ലഭിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ സതീശല്ല, അവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുണ്ട്, അവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥ ഇടതുപക്ഷം, പിണറായിസ്റ്റുകളല്ല. ബുദ്ധനാണ് സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. സജീഷിനെ പോലത്തെ പിണറായിസ്റ്റുകള് യഥാർത്ഥ ഇടതുപക്ഷം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മൂല്യമുള്ളവർ. ആ കമ്മ്യൂണിസ്റ്റ് മൂല്യമുള്ളവരുടെയും ഇടതുപക്ഷ മൂല്യമുള്ളവരുടെയും പറവൂരിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് വി.ഡി. സതീശൻ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ആണ്. ആ സോഷ്യലിസ്റ്റിനെ, ആ ഇടതുപക്ഷ മൂല്യത്തെ തിരിച്ചറിഞ്ഞവരാണ് പറവൂര്. അതുകൊണ്ടാണ് വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി എല്ലാ കാലവും ജയിച്ചുകൊണ്ട് വരുന്നത്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.